ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്ന മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ പേർജിങ് വേഴ്സസ് സ്കിൻ ബ്രേക്ക്ഔട്ട്സ്. അപ്പോൾ സ്കിൻ പേർജിങ് എന്നുള്ള ടേമൊക്കെ കുറേ അധികം ആൾക്കാർക്ക് അറിയുമായിരിക്കും, ചിലർക്കൊക്കെ അറിയാത്തവരുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഈ സ്കിൻ പേർജിങ് എന്നുള്ള ഒരു പേര് കേൾക്കുമ്പം എന്തോ ഭയങ്കര സംഭവമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, അത്രയ്ക്ക് വലിയ പ്രശ്നമുള്ള കാര്യങ്ങളൊന്നും അല്ല. അപ്പോൾ സ്കിൻ പേർജിങ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ അതൊരു ടെമ്പററി ആയിട്ടുള്ളൊരു റിയാക്ഷനാണ്. അതായത് എപ്പോഴാണ് ഒക്കർ ചെയ്യുന്നത് നോക്കുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അല്ലെങ്കിൽ നമ്മൾ പുതിയ എന്തെങ്കിലും സ്കിൻ കെയർ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ അപ്ലൈ ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ഒരു ആക്ഷനാണ്, ടെമ്പററി റിയാക്ഷനാണ് കേട്ടോ. അതാണ് സ്കിൻ പേർജിങ്. അല്ലെങ്കിൽ പുതിയ എന്തെങ്കിലും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സോ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിലേക്ക് ആ ഒരു പ്രൊഡക്റ്റ് മാച്ചായി വരാൻ കുറച്ച് സമയം വേണമല്ലോ. നമ്മൾ ഇട്ട ഉടനെ നമ്മുടെ സ്കിന്നുമായിട്ട് മാച്ചായി പോകുമല്ലോ. അപ്പോൾ കണ്ടുവരുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ള ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ ആക്ഷൻ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സ്കിൻ പേർജിങ് എന്ന് പറയുന്ന സംഭവം. ഇതൊരു നോർമൽ ആയിട്ടുള്ള ഒരു റെസ്പോൺസ് ആണ്. പക്ഷെ നമ്മൾ പുതിയ സ്കിൻ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്താണ് ഇത് നമ്മുടെ സ്കിന്നിലേക്ക് ഒക്കറാകുന്നത്. അതായത് സെൽസിൻ്റെ ഒക്കെ റിന്യൂവലും ടേൺ ഓവറൊക്കെ ഒന്നുകൂടെ സ്പീഡപ്പ് ആകുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു ബ്രേക്ക്ഔട്ട്സ് ആണ് സ്കിൻ പേർജിങ് എന്ന് പറയുന്നത്. സ്കിൻ പേർജിങ് വേഴ്സസ് ബ്രേക്ക്ഔട്ട്സ് നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഔട്ട്സ് എന്ന് പറയുന്നത് ഈ സ്കിൻ പേർജിങ്ങുമായിട്ട് ഡിഫറെൻ്റ് ആണ് കേട്ടോ. അതെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്നിലേക്ക് ഉണ്ടാകുന്ന ഹാം ആയിട്ടുള്ള എഫക്ട്സ് തന്നെയാണ് ബ്രേക്ക്ഔട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് സ്കിൻ പേർജിങ്ങും ബ്രേക്ക്ഔട്ട്സും എങ്ങനെ മനസ്സിലാക്കാം നോക്കുകയാണെങ്കിൽ സ്കിൻ പേർജിങ്ങിൻ്റെ ആ ഒരു ഡ്യൂറേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് ഒരു 4 to 6 വീക്സ് ആയിരിക്കും. അതിനുശേഷം ബാക്ക് ടു നോർമൽ ആവും. പക്ഷേ ഒറിജിനൽ ബ്രേക്ക്ഔട്ട്സ് എന്ന് പറയുന്നത് ഈ ഒരു 6 വീക്സ് ഒന്നും കഴിഞ്ഞാലും നമ്മുടെ സ്കിന്ന് പഴയപടി ആവില്ല. അതായത് നല്ല രീതിക്ക് തന്നെ നമ്മുടെ സ്കിന്നിൽ ആകെമാന പ്രശ്നങ്ങൾ ഉണ്ടാവും. അപ്പോൾ സ്കിൻ പേർജിങ് എന്ന് പറയുന്ന സംഭവം മേ ബി ചിലപ്പോൾ നമ്മൾ റെറ്റിനോൾ അല്ലെങ്കിൽ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻറ്റ്സ് ഒക്കെ എടുക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ്, പിന്നെ പീലിംഗ് ഒക്കെ ആയിപ്പോകും. പിന്നെ നമ്മുടെ സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആവും. പിന്നെ റെഡ്നെസ് പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതിന് 4 to 6 വീക്കൊക്കെ വരെ ആണെങ്കിൽ നോർമലാണ്. പക്ഷെ അതിൽ കൂടിയാലും നമ്മൾ ഡയറക്റ്റ് ഒരു ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പോൾ ബ്രേക്ക്ഔട്ട്സ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ സ്കിന്നിൽ, അതായത് എൻ്റെ സ്കിന്നിൽ ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നോർമലി എനിക്ക് ആക്നീസ് അല്ലെങ്കിൽ പിമ്പിൾസ് ഒക്കെ ചെയ്യുന്നത് ഈ ഒരു ഏരിയ, പിന്നെ എനിക്ക് ഈ ഒരു ഭാഗത്തൊക്കെ വരാറുണ്ട്. എൻ്റെ നെറ്റിയിലൊന്നും അധികം വരാറില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ബ്രേക്ക്ഔട്ട്സ് എങ്ങനെയാണ് അറിയുകയെന്ന് വെച്ചാൽ ബ്രേക്ക്ഔട്ട്സ് എന്ന് പറയുന്ന സംഭവം നമുക്ക് വരാത്ത ഭാഗങ്ങളിൽ, നോർമലി കണ്ടുവരാത്ത ഭാഗത്ത് നമുക്കവിടെ പിമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള സ്കാസ് ഓർ ബ്രേക്ക്ഔട്ട്സ് ഉണ്ടാകുന്ന സമയത്ത് അതാണ് ആക്ച്വൽ ആയിട്ടുള്ളൊരു ബ്രേക്ക്ഔട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കിൻ പേർജിങ് എന്ന് പറയുന്നത് നോർമലി എനിക്കറിയാമല്ലോ എൻ്റെ സ്കിന്നിൽ ഈ ഭാഗത്തൊക്കെയാണ് പിമ്പിൾസ് ഉണ്ടാകുന്നത്, അവിടെ മാത്രമേ ഉള്ളൂ ഞാൻ പുതിയ പ്രൊഡക്ട്സ് ചൂസ് ചെയ്യുന്ന സമയത്ത് എനിക്കൊരു റിയാക്ഷൻ പോലെ വരുന്നുള്ളൂ. അതും ടെമ്പററി ആണ്. കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ അത് മാറിപ്പോകുന്നുണ്ട്. പക്ഷേ ഒരു ബ്രേക്ക്ഔട്ട് എന്ന് പറയുന്ന സംഭവം അത് ലോങ് ലാസ്റ്റിംഗ് ആണ്. അതായത് കുറേ ആഴ്ചകൾ കഴിഞ്ഞാലും മാറിപ്പോവില്ല. അതായത് 6 വീക്ക് കഴിഞ്ഞാലും നമ്മുടെ സ്കിന്നിൽ സ്റ്റിൽ ആ ഒരു പ്രോബ്ലം കണ്ടിന്യൂസ്ലി ഉണ്ടായിക്കൊണ്ടിരിക്കും. അറ്റ് ദ സെയിം ടൈം ഉണ്ടായ പ്രോബ്ലം ആണെങ്കിൽ പോകുകയുമില്ല. അപ്പോൾ ഈ ഒരു ഏരിയാസിലൊക്കെ, അതായത് നിങ്ങളുടെ സ്കിന്നിൽ നിങ്ങൾക്ക് ഈ ഒരു നെറ്റി ഭാഗത്തൊന്നും പ്രശ്നങ്ങളൊന്നും, നോർമലി നിങ്ങൾക്ക് പിമ്പിൾസ് ഒന്നും വരാത്ത ആൾക്കാർക്ക് ഇവിടെയൊക്കെയാണ് ഒക്കർ ചെയ്യുന്നതെങ്കിൽ അത് ബ്രേക്ക്ഔട്ട്സ് ആണ്. അല്ല, നമ്മളൊരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്ത് നമുക്ക് നോർമലി വരുന്ന സ്ഥലത്ത് തന്നെയാണ് പിമ്പിൾസ് അല്ലെങ്കിൽ എന്തെങ്കിലും ആക്നീസ് ഒക്കെ വരുന്നതെങ്കിൽ അതാണ് സ്കിൻ പേർജിങ്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് എന്തൊക്കെ എടുക്കുമ്പോഴാണെന്ന് നോക്കുകയാണെങ്കിൽ റെറ്റിനോള്, അതോടൊപ്പം തന്നെ എക്സ്ഫോളിയേറ്റിംഗ് ഏജൻറ്റ്സ്, ദെൻ നെക്സ്റ്റ് നോക്കുകയാണെങ്കിൽ വൈറ്റമിൻ സി എന്ന് പറയുന്നതും ഒന്ന് ട്രിഗർ ചെയ്യാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം തന്നെ AHAs ആൻഡ് BHAs, ഇങ്ങനത്തെ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ എടുക്കുമ്പോഴാണ് നമ്മുടെ സ്കിന്നിൽ നോർമലി സ്കിൻ പേർജിങ് ഉണ്ടാകുന്നത് കേട്ടോ. കോസസ് നോക്കുകയാണെങ്കിൽ അപ്പോൾ ഇത്തരത്തിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മൾ ചൂസ് ചെയ്യുന്ന സമയത്ത് പേർജിങ് നമ്മുടെ സ്കിന്നിൽ സംഭവിക്കും. ഇനി അടുത്തായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് സ്കിൻ പേർജിങ് എന്നുള്ള സംഭവം, സ്കിൻ ബ്രേക്ക്ഔട്ട്സ് എന്തൊക്കെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെ അവോയ്ഡ് ചെയ്യാം, എങ്ങനെ കുറയ്ക്കാമെന്ന് നോക്കുകയാണെങ്കിൽ നമ്മൾ പുതിയ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ഗ്രാജുവലി പതിയെ വേണം ആ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ സ്കിന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഒറ്റയടിക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയല്ല വേണ്ടത്. ആ ഒരു കാര്യം നിങ്ങൾ മൈൻഡിൽ കീപ്പ് ചെയ്യുക. പിന്നെ നമ്മുടെ സ്കിൻ എപ്പോഴും സ്റ്റേ ഹൈഡ്രേറ്റഡ് ആക്കി വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുമല്ലോ, അത് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രോപ്പർ വേയിൽ ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ ഓവറായിട്ടുള്ള, അതായത് എക്സ്ഫോളിയേഷൻ ഉണ്ടല്ലോ, അത് നിങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോവുകയാണെങ്കിൽ സ്കിൻ പേർജിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും.
പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞു റെറ്റിനോൾ, എക്സ്ഫോളിയേറ്റിംഗ് ഏജൻസ് അല്ലെങ്കിൽ വൈറ്റമിൻ സി, AHA, BHA ഒക്കെ, അതോടൊപ്പം തന്നെ സാലിസിലിക് ആസിഡും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ, നമ്മുടെ സ്കിന്നിലേക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ പേർജിങ് ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യുക. എപ്പോഴും ഹൈഡ്രേറ്റഡ് ആക്കി ഇരിക്കാൻ വേണ്ടിയിട്ടും സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, സ്റ്റെപ്സ് ഒക്കെ നമ്മൾ എപ്പോഴും കൺസിസ്റ്റൻ്റ് ആയിട്ട് സ്കിൻ കെയർ പ്രോപ്പർ വേയിൽ ചെയ്ത് പോകാനും, പിന്നെ ഓവർ എക്സ്പോളിയേഷൻ എന്ന് പറയുന്ന സംഭവം നല്ലതല്ല. ഇനി പറയുന്ന കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അതായത് എത്ര നാൾ ലാസ്റ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 4 to 6 വീക്കാണ് സ്കിൻ പേർജിങ് എന്നുള്ള സംഭവം ലാസ്റ്റ് ചെയ്യുന്നത്. അതിൽ കൂടുതലാണെങ്കിൽ നിങ്ങളൊരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ 6 ആഴ്ചയിൽ കൂടുതലാണെങ്കിൽ അത് പേർജിങ് അല്ലായിരിക്കും, നേരെ മറിച്ച് അത് ബ്രേക്ക് ഔട്ട്സ് ആയിരിക്കും കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മൾ ഒരു പ്രൊഡക്റ്റ് എന്തും ആയിക്കോട്ടെ, എന്ത് സ്കിൻ കെയർ പ്രൊഡക്ട്സ് ആണെങ്കിലും നമ്മുടെ സ്കിന്നിലേക്ക് നമ്മൾ ഫസ്റ്റ് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഒരു പാച്ച് ടെസ്റ്റ് നിങ്ങൾ മസ്റ്റായിട്ടും ചെയ്ത് നോക്കിയിരിക്കണം. പാച്ച് ടെസ്റ്റ് റെക്കമെൻഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം മാത്രമേ ഉള്ളൂ നമ്മൾ ഡയറക്റ്റ് നമ്മുടെ ഫേസിൽ അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അതോടൊപ്പം തന്നെ സ്കിൻ പേർജിങ്ങുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മറ്റൊരു കാര്യം നോക്കുകയാണെങ്കിൽ, സ്കിൻ പേർജിങ് എന്ന് പറയുന്നത് ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആണോ എന്ന് നോക്കുകയാണെങ്കിൽ പേഴ്സൺ ടു പേഴ്സൺ അതിൽ ചേഞ്ചസ് ഉണ്ടാവും. എൻ്റെ സ്കിന്നിൽ ഞാനിപ്പോൾ പുതിയൊരു പ്രൊഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് എനിക്ക് ഒക്കർ ചെയ്യുന്ന ആ ഒരു പേർജിങ്ങും മേ ബി ചിലപ്പോൾ നിങ്ങൾക്ക് ഒക്കർ ചെയ്യുന്ന പേർജിങ് എഫക്ട്സ് എന്ന് പറയുന്നതും ഡിഫറെൻ്റ് ആയിരിക്കും. മേ ബി ചിലപ്പോൾ കാലയളവിലും കുറച്ചൊരു സ്ലൈറ്റ് ഡിഫറൻസ് ഒക്കെ ഉണ്ടായെന്ന് വന്നേക്കാം. അപ്പോൾ പേഴ്സൺ ടു പേഴ്സൺ ഇത് വേരിയിങ് ആണ് കേട്ടോ. അതോടൊപ്പം തന്നെ ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ 2 മാസത്തിൽ കൂടുതലാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് ആയിട്ടും ഡോക്ടറിനെ പോയി കൺസൾട്ട് ചെയ്യണം. അതെന്ന് പറയുന്ന ഒരു ബ്രേക്ക് ഔട്ട്സ് ആവാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ബ്രേക്ക് ഔട്ട്സ് തന്നെയാണ് അത്തരത്തിൽ കൂടുതലായിട്ടുള്ളൊരു കാലയളവാണെങ്കിൽ. ഇനി അടുത്ത കാര്യം നോക്കുകയാണെങ്കിൽ, നമ്മുടെ സ്കിന്നിൽ സ്കിൻ പേർജിങ് ഉണ്ടാകുന്ന സമയത്ത് നമുക്കത് കാം ഡൗൺ ചെയ്യാൻ എന്തൊക്കെ ചെയ്യാമെന്ന് നോക്കുകയാണെങ്കിൽ, നമുക്ക് ഹൈലറോണിക് ആസിഡ് ഇൻക്ലൂഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ അപ്ലൈ ചെയ്യാം. അല്ലെങ്കിൽ അടുത്തായിട്ട് നോക്കുകയാണെങ്കിൽ അലോവേറ നമുക്ക് അപ്ലൈ ചെയ്യാം. ഇതൊക്കെ നമ്മുടെ സ്കിന്നിനെ കാം ആക്കാൻ വേണ്ടിയിട്ട്, അതായത് പെപ്റ്റൈഡ്സ്, സെറാമൈഡ്സ് എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മുടെ സ്കിൻ ഈ ഒരു പേർജിങ് ഉള്ള സമയത്ത് അതിനെ ഒന്ന് കാം ഡൗൺ ആക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്കിൻ പേർജിങ് വേഴ്സ്. അതോടൊപ്പം തന്നെ നമ്മുടെ ബ്രേക്ക് ഔട്ട്സ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ബ്രേക്ക് ഔട്ട്സ് എന്ന് പറയുന്ന സംഭവം ഞാൻ കൂടുതലായിട്ട് ഓവറായിട്ട് പറഞ്ഞിട്ടില്ല. സ്കിൻ പേർജിങ് എന്നുള്ളൊരു ടോപ്പിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ബ്രേക്ക് ഔട്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. നോർമലി നമ്മുടെ ഈ ഒരു ഏരിയാസിലൊക്കെയാണ് പിമ്പിൾസ് വരുന്നതെങ്കിൽ, അവിടെ അല്ലാണ്ട് നമ്മുടെ സ്കിന്നിൽ കണ്ടുവരാത്ത ഏരിയാസിൽ, ഇപ്പം നെറ്റിയിലൊക്കെ ഭയങ്കരമായിട്ട് കുരുക്കൾ വരിക, ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കുക, അത് വീണ്ടും വീണ്ടും കൂടിക്കൂടി വരിക, പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും അതിനൊരു റിസൾട്ട് കിട്ടാത്ത വിധമാണെങ്കിൽ അതൊക്കെ എന്ന് പറയുന്നത് ബ്രേക്ക് ഔട്ട്സ് ആണ്. പേർജിങ് എന്ന് പറയുന്ന സംഭവം ഒരു ടെമ്പററി പീരീഡ് ഓഫ് ടൈം കഴിയുമ്പോൾ ബാക്ക് ടു നോർമൽ ആവും നമ്മുടെ സ്കിന്ന്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ പേർജിങ് എന്താണ്, ബ്രേക്ക് ഔട്ട്സ് എന്താണെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ, താങ്ക് യു ആൻഡ് പ്ലീസ് ടു സബ്സ്ക്രൈബ് മൈ ചാനൽ. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും.